ഹലോ, നമുക്കിന്നൊരു പഞ്ചാബി സമോസ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? എങ്ങനെയാണെന്നോ, അതിൻ്റെ ഫില്ലിങ്സും അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്നും അത് എക്സാക്ട്ലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കതിന് ആദ്യം ഒരു കടായി എടുക്കാം. കടായിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. മേക്ക് ഷ്യൂർ നമ്മൾ നെയ്യ് ഒഴിക്കണം, എന്നാലേ നമുക്ക് ആ ഫില്ലിങ്ങിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇച്ചിരി ജീരകം ഇടാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞോ അതിട്ട് ഒന്ന് സോട്ടേ ചെയ്യുക. അതൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നതിന് വരെ നമ്മളൊന്ന് സോട്ടേ ചെയ്യുക. അത് സോട്ടയായി വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കശ്മീരി മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് സോട്ടേ ചെയ്തെടുക്കുക. ഇത് സോട്ടയായി വരുമ്പോഴത്തേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് സ്മാഷ് ചെയ്തതും കൂടെ നമ്മൾ ഈ മിക്സിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമ്മൾ ലോ തീയിൽ ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം ഒന്ന് മിക്സ് ആവും. എന്നിട്ട് നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഇളക്കിയിട്ട് ഇതിനൊരു സ്പെഷ്യൽ സ്പൈസ് മിക്സ് ഉണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് നമ്മൾ മല്ലിയില അരിഞ്ഞ് വെച്ചും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നുവെച്ചാൽ ചൂടോടെ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇതൊന്ന് തണുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ആട്ട കുഴച്ചെടുക്കാം. മേക്ക് ഷുവർ ആട്ട കുഴയ്ക്കുമ്പോൾ കുറച്ച് നെയ്യും അതുപോലെ തന്നെ ക്യാരം സീഡ്സ്, നമ്മുടെ അയ്മോദം ഉണ്ടല്ലോ, അത് ക്രഷ് ചെയ്തും കൂടി ഇട്ടൊന്ന് ഉപ്പ് കൂടി ഇട്ട് കുഴയ്ക്കുക. അപ്പോൾ ആ ഒരു കറക്റ്റ് സമോസയുടെ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. നല്ല നീളത്തിൽ ഓവൽ ഷേപ്പിൽ പരത്തിയിട്ട് അതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അത് നമ്മൾ രണ്ടായിട്ടൊന്ന് മുറിച്ച് ഒരു ഷീറ്റിൽ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിലാക്കി എടുക്കുക. എന്നിട്ട് ഈ ഷീറ്റെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഉണ്ടായിരുന്നല്ലോ, ആ ഫില്ലിങ്സ് എടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നും എടുക്കുമ്പോൾ ഇച്ചിരി വെള്ളം തൊട്ട് കൊടുത്ത് നമ്മളത് ഫില്ല് ചെയ്ത് വെള്ളം തൊട്ട് കൊടുത്ത് ഒന്ന് അടയ്ക്കുക. എന്നുവെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്ന് സീൽ ചെയ്യാൻ വേണ്ടി വെള്ളത്തിൻ്റെ ഒന്ന് യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് സീൽ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമോസാസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്നിച്ച് എണ്ണ ചൂടായ കടായിലോട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒരു ലോ മീഡിയം തീയിൽ വെച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. മേക്ക് ഷുവർ അതൊരു ലോ മീഡിയം തീയിലേക്ക് എടുക്കാവുള്ളൂ. ഒത്തിരി ഹൈ തീയിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അകത്ത് നമുക്ക് ആ ഒരു വേഗത്തുമില്ല, വെളിയിൽ നിന്ന് ആ ഒരു ക്രഞ്ചിനെസ് കിട്ടത്തില്ല. അപ്പം നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആയി കഴിയുമ്പോൾ അതെടുത്ത് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.